പാലാരിവട്ടത്ത് എന്താണ് ഈ സമയത്തെ സംഭവം എന്നാണ് സൈഫുനീസ്. നമുക്കിപ്പം സൈഫുനീസ്, കൊച്ചിയെ സംബന്ധിച്ച് പലയിടങ്ങളിൽ ഈ സമയം ബ്ലോക്കുകളാണ്. അതിൽ പ്രധാനപ്പെട്ട ഒരിടം പാലാരിവട്ടവുമാണ്. എന്താണ് ഈ സമയത്തെ ഒരു കാഴ്ച? ലക്ഷ്മി, ഗുഡ് മോർണിംഗ്. എല്ലാ ദിവസവും ബ്ലോക്ക് ഉണ്ടാകുന്ന ഒരു സ്ഥലമാണ് ഈ പാലാരിവട്ടം ജംഗ്ഷൻ എന്ന് പറയുന്നത്. പല ഭാഗങ്ങളിൽ നിന്നുള്ള വാഹനങ്ങൾ സംഗമിക്കുന്ന ഒരു സ്ഥലം കൂടിയാണ്. അതായത് നഗരത്തിൽ നിന്ന് വരുന്ന വാഹനങ്ങൾ പാലാരിവട്ടം ജംഗ്ഷനിലേക്ക് വരുന്നുണ്ട്. അതുകൂടാതെ തെക്കു ഭാഗത്ത്, അതായത് തിരുവനന്തപുരം സൈഡിൽ നിന്ന് വരുന്ന, ആലപ്പുഴ ഭാഗത്ത് നിന്ന് വരുന്ന എല്ലാ വാഹനങ്ങളും സംഗമിക്കുന്നത് ഈ ഭാഗത്താണ്. അതുകൂടാതെ കാക്കനാടേക്ക് പോകേണ്ട വാഹനങ്ങൾ, കാക്കനാടിൽ നിന്ന് വരുന്ന വാഹനങ്ങൾ, ഇവയെല്ലാം വന്ന് ചേരുന്ന ഒരു സ്ഥലമാണ് പാലാരിവട്ടം ജംഗ്ഷൻ എന്ന് പറയുന്നത്. ശരിക്കും ഈ ആലപ്പുഴയിൽ നിന്ന് പിന്നീട് വരുമ്പോൾ കുണ്ടന്നൂർ പാലം, പിന്നീട് വൈറ്റില മേൽപ്പാലം, അതിനുശേഷം ഈ പാലാരിവട്ടം മേൽപ്പാലം എല്ലാം വന്നപ്പോൾ നമ്മളടക്കമുള്ള മാധ്യമപ്രവർത്തകർ ആവർത്തിച്ച് പറഞ്ഞൊരു കാര്യമുണ്ട്. അതായത് ബ്ലോക്ക് ഇല്ലാതെ ഇനി നഗരത്തിലൂടെ സഞ്ചരിക്കാമെന്നുള്ളത്. അതായത് ഇടപ്പള്ളി വരെ ബ്ലോക്ക് ഇല്ലാതെ കുണ്ടന്നൂർ മേൽപ്പാലം കയറി, വൈറ്റില മേൽപ്പാലം കയറി, പാലാരിവട്ടം മേൽപ്പാലം കയറി വരാമെന്നുള്ളതായിരുന്നു. പക്ഷേ ഈ മേൽപ്പാലം ഒന്നും വന്നിട്ടും ഈ ബ്ലോക്കുകൾക്കൊരു പരിഹാരവും ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് ഈ ദൃശ്യങ്ങൾ കാണുന്നത്. കാരണം ഇത് ഓഫീസ് ടൈമാണ്. പാലാരിവട്ടം ജംഗ്ഷനിൽ നിന്നുള്ള കാഴ്ചയാണ് ഈ കാണുന്നത്. തീർച്ചയായും മെട്രോയുടെ നിർമ്മാണവും നടക്കുകയാണ്. ഈ ദേശീയപാതയുടെ കുരുക്കും ഒപ്പം തന്നെ മെട്രോ നിർമ്മാണവും കൂടി വന്നപ്പോൾ അത് വലിയൊരു അഴിയാക്കുരുക്കായി മാറിയിരിക്കുകയാണ്. ഇപ്പോൾ ഈ കാണുന്നത് എറണാകുളത്ത് നിന്ന് വരുന്ന വാഹനങ്ങളുടെ ബ്ലോക്കാണ്. അത് പ്രധാനമായും വരുന്നത് ഇവിടെ നിന്നൊരു യൂട്ടേൺ ഉണ്ട്. ആ യൂട്ടേൺ എടുത്ത് വേണം ഈ കാക്കനാട് ഭാഗത്തേക്കുള്ള വാഹനങ്ങൾ പോകാൻ. കാക്കനാട് ഭാഗത്തേക്കുള്ള വാഹനങ്ങളുടെ ബ്ലോക്ക് ഇപ്പോൾ നമുക്ക് അലോഷ്യ ദൃശ്യങ്ങളിലൂടെ കാണിച്ചു തരുന്നുണ്ട്. എത്രത്തോളം ബ്ലോക്കാണ്. ഇവിടെ നിന്ന് വാഹനങ്ങൾ അനങ്ങുന്നില്ല, ഒരു രീതിയിലും മുന്നോട്ട് പോകുന്നില്ല. കാരണം ഇവിടെ നിന്ന് ഇൻഫോ പാർക്ക് വരെ, ഈ പാലാരിവട്ടം ഭാഗത്ത് നിന്ന് ഇൻഫോ പാർക്ക് വരെയുള്ള മെട്രോയുടെ രണ്ടാം ഘട്ടത്തിൻ്റെ ഭാഗമായുള്ള നിർമ്മാണം നടക്കുകയാണ്. അതിൻ്റെ ഭാഗമായി അവിടെ റോഡ് വലിയ രീതിയിൽ ഒതുങ്ങിയിട്ടുണ്ട്. അതായത് പല ഭാഗങ്ങളും കെട്ടിയടച്ചു വെച്ചിരിക്കുന്നതുകൊണ്ട് നേരത്തെയുള്ള റോഡിൻ്റെ അത്രയും വലിപ്പമൊന്നും ഇപ്പോഴില്ല. അത് കൂടാതെ തന്നെ ഈ റോഡിൻ്റെ അവസ്ഥ വളരെ ദയനീയമാണ്. അതും കൂടിയായപ്പോൾ ഇതെല്ലാം കൂടി ചേർന്നപ്പോൾ വലിയ ബ്ലോക്കും കുരുക്കുമായി മാറിയിരിക്കുകയാണ്. ഇവിടുന്ന് ഇപ്പോൾ ഈ വാഹനങ്ങൾ മൂവ് ചെയ്താലും തൊട്ടൊരു 100 മീറ്റർ അപ്പുറത്ത് പോയിട്ട് ഇതെല്ലാം കുരുക്കിൽപ്പെട്ട് കിടക്കുന്ന ഒരു അവസ്ഥയാണുള്ളത്. മണിക്കൂറുകളോളം വാഹനങ്ങൾ ബ്ലോക്കിൽ കിടക്കുന്നുണ്ട്. എത്രത്തോളം ആളുകൾക്ക് ഇത് ബുദ്ധിമുട്ടുണ്ടാക്കുന്നുണ്ട് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്കറിയാം ഇപ്പോഴുള്ള പെട്രോളിൻ്റെയും ഡീസലിൻ്റെയൊക്കെ വില. അത് വെച്ച് നോക്കുമ്പോൾ ഈ ഓരോ മിനിറ്റും വളരെ പ്രധാനപ്പെട്ടാണ്. വലിയ ധനനഷ്ടം ഉണ്ടാക്കുന്നൊരു കാര്യം കൂടിയാണ് ഈ കാക്കനാട് ഭാഗത്തേക്കുള്ള ബ്ലോക്ക്. നമുക്ക് കാണാം. നേരത്തെ നമ്മൾ പാലാരിവട്ടത്തേക്ക് വരുമ്പോൾ ഉള്ള ബ്ലോക്ക് കണ്ടു. ഇവിടെ നിന്ന് വരുമ്പോൾ ഉള്ള ബ്ലോക്ക് അത്രത്തോളം വലിയ ബ്ലോക്കാണ്. എങ്ങനെയുണ്ട് ബ്ലോക്ക്? നല്ല ബ്ലോക്ക്. കാക്കനാട് വരെ എങ്ങനെ ചേച്ചി? ബ്ലോക്ക് ഭയങ്കര ബ്ലോക്കാണ്. ഞാൻ അംഗൻവാടി ടീച്ചറാണ്. രാവിലെ ഒരു രക്ഷയില്ല. റോഡാണെങ്കിൽ മുഴുവനും പൊട്ടിപ്പൊളിഞ്ഞ് കിടക്കണം. നമ്മുടെ ദുരിതം തന്നെ. യാത്ര ഭയങ്കര ഈ ഇപ്പം ഞാൻ നിൽക്കുന്ന ഭാഗം കണ്ടോ? ഇതാ സേതുലക്ഷ്മി, ഇത് നോക്കൂ. ഇത് വലിയൊരു കുഴിയാണ്. ഇവിടെ വെള്ളക്കെട്ടും ആണ്. ഇവിടുന്ന് അങ്ങോട്ട് പോകുന്തോറും ഇതുപോലെ വലിയ കുഴികളാണ് ഓരോ ഭാഗത്തും. ചേട്ടാ, ബ്ലോക്ക് എല്ലാ ദിവസവും ഒന്നും പറയണ്ട. എൻ്റെ പൊന്നു, ഈ കുഴിയൊക്കെ ഒന്ന് അടച്ചാൽ മതി, വേറെ ഒന്നും വേണ്ട. മെട്രോയുടെ നിർമ്മാണം അല്ല പ്രശ്നം. അല്ലല്ല, ഈ കുഴി അടച്ച് ഈ ബ്ലോക്ക് വരില്ല. അതാണ്, ഈ റോഡിലെ കുഴികളാണ്. അതായത് ഈ വികസനങ്ങൾക്കൊന്നും ആളുകൾ എതിരല്ല. വികസനങ്ങൾക്ക് അപ്പുറത്ത് ഈ വികസനങ്ങൾക്ക് മുമ്പ് നടത്തേണ്ട അടിസ്ഥാന സൗകര്യങ്ങളുണ്ട്. ബ്ലോക്ക് എങ്ങനെ? ഭയങ്കര ബ്ലോക്ക്. വണ്ടി ഓടിച്ച് വരാൻ പറ്റാത്ത അവസ്ഥയാണ്. പെട്രോൾ മുതലാവുന്നുണ്ടോ എന്നുള്ളതാണ്. ഓരോ ഓട്ടോറിക്ഷക്കാരൊക്കെ പോകുന്നുണ്ട്. കുറേ നേരമായി ബ്ലോക്കിൽ. കാരണം ഇവരുടെയൊക്കെ അവസ്ഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓരോ ദിവസം ഓടുന്ന പൈസ കൊണ്ട് ജീവിക്കുന്ന ആൾക്കാരാണ്. എത്ര വേഗം ഒരു ട്രിപ്പ് പൂർത്തിയാക്കി അടുത്ത ട്രിപ്പ് എടുക്കാൻ കഴിയുമോ അത്ര അവർക്ക് ഗുണം ചെയ്യുന്നതാണ്. പക്ഷേ നിലവിലെ അവസ്ഥ തന്നെ ഈ ഓട്ടോ തന്നെ കിടക്കുന്നത് എത്ര നേരമായി ബ്ലോക്കിൽ കിടക്കുന്നതാണ്. അത് അവിടെ നിന്ന്, അതായത് ഈ പാലാരിവട്ടം ഭാഗത്തുനിന്ന് മുതൽ ബ്ലോക്കിൽ കിടക്കുന്ന വാഹനങ്ങളാണ്. ഇവരൊക്കെ എത്ര നേരം കിടന്നാലാണ് ഇനിയിപ്പോൾ അടുത്ത സ്ഥലത്തേക്ക് എത്താൻ സാധിക്കുക. ഇതിനൊപ്പം തന്നെ മെട്രോയുടെ നിർമ്മാണ സാമഗ്രികൾ കൊണ്ടുപോകുന്ന വലിയ വാഹനങ്ങളുണ്ട്. ഈ JCB അടക്കമുള്ള ക്രെയിൻ അടക്കമുള്ള സാധനങ്ങളെല്ലാം തന്നെ ഈ മിക്കവാറും ഈ ഓഫീസ് സമയങ്ങളിലാണ് ഈ ഭാഗത്തേക്ക് എത്താറുള്ളത്. ഒന്നല്ല സൈഫുനിസ, സർവത്ര ജനങ്ങളെ ഇട്ടങ്ങ് ബുദ്ധിമുട്ടിക്കുകയാണ്. ഇങ്ങനെ ഈ പറഞ്ഞ പോലെ വികസനത്തിന് നമ്മളോ നാട്ടുകാരോ ആരും എതിരല്ല. പക്ഷേ അറ്റ്ലീസ്റ്റ് അവർക്ക് വേണ്ട സാധനങ്ങളൊക്കെ ഒന്ന് ചെയ്തു കൊടുക്കണ്ടേ? ആ ഒരു കുഴി അടയ്ക്കുകയോ അങ്ങനെ എന്തെങ്കിലും ഒന്ന് ചെയ്തു കൊടുക്കേണ്ടത് ഒന്നും ചെയ്യാതെ നിത്യ കാഴ്ചകളാണ് ഈ കൊച്ചിയിൽ. നമ്മൾ കൊച്ചിയിലെ കാഴ്ചകളാണ് ഇപ്പോൾ കണ്ടത്. പ്രധാനപ്പെട്ട സ്ഥലങ്ങളിലൊക്കെ ഈ രാവിലെ എന്തൊക്കെയാണ് ദൃശ്യങ്ങൾ എന്നുള്ളത്